ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27 തിയേറ്ററുകളിലേക്ക് എത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയാണല്ലോ ദേവര. കൊരട്ടല ശിവയുടെ സംവിധാനത്തിൽ ജൂനിയർ NTR, സെയ്ഫ് അലി ഖാൻ, ഒപ്പം തന്നെ ജാൻവി കപൂർ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച അനിരുദ്ധ സംഗീതം നൽകിയ ദേവരയുടെ ആദ്യ പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 1 മണിക്കും ഒപ്പം തന്നെ അതിരാവിലെ എല്ലാം തന്നെ പലയിടങ്ങളിലായിട്ട് ഇന്ത്യയിൽ സിനിമയുടെ ഷോ ആരംഭിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ദേവര എന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതീക്ഷ ലെവൽ അഭിപ്രായങ്ങൾ തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ മിക്സഡ് അഭിപ്രായങ്ങളാണ് കാണാൻ കഴിഞ്ഞതെങ്കിലും തെലുഗു സംസ്ഥാനങ്ങളിൽ നിന്ന് സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങളിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഒരു പതിവ് കണ്ടുമടുത്ത തെലുഗു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ തന്നെയാണ് ദേവര എന്നൊരു അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ദേവരയിലെ ജൂനിയർ NTRന്റെ പ്രകടനം, അനിരുദ്ധിന്റെ സംഗീതം, ഒപ്പം തന്നെ സിനിമയുടെ ക്ലൈമാക്സിനും ഇന്റർവെല്ലിലെ രംഗങ്ങൾക്കെല്ലാം തന്നെയാണ് സിനിമയിൽ കൂടുതലായിട്ട് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ആദ്യ പകുതിക്ക് തെലുഗു നാടുകളിലെ വളരെ മികച്ച അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ ഡീസന്റ് അഭിപ്രായങ്ങളും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം പകുതി ഈ സിനിമ 2 ഭാഗങ്ങളിലുള്ള സിനിമയായതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടുന്നൊരവസ്ഥയിലേക്കും ഒപ്പം തന്നെ ക്ലൈമാക്സ് മാത്രം ഏകാശ്വാസമായിട്ട് രണ്ടാം പകുതിയിൽ മാറുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാം പകുതിയേക്കാൾ നല്ല ആദ്യ പകുതി എന്നൊരു അഭിപ്രായം കൂടി നേടിയെടുത്ത സിനിമയാണ് ദേവര. നേരത്തെ ബാഹുബലിയെല്ലാം തന്നെ വന്നപ്പോൾ ബാഹുബലി 2 കാണാനുള്ള ഒരു ആകാംക്ഷ ദേവര എന്ന സിനിമയുടെ രണ്ടാം ഭാഗം കാണാനും ദേവരയുടെ ക്ലൈമാക്സ് ഉണർത്തുന്നുണ്ട് എന്നതുകൂടിയാണ് സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ്. ട്രെയിലർ എല്ലാം തന്നെ കണ്ടപ്പോൾ കൊരട്ടല ശിവയുടെ മോശം മേക്കിംഗ് ആയിരിക്കും സിനിമയുടേതെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ മേക്കിങ്ങിനും ഡീസന്റ് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാവുന്ന സിനിമയായിട്ട് ദേവര മാറുന്നു എന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് വരാത്തത് കൊണ്ട് തന്നെ ദേവര എന്ന സിനിമ ബോക്സ് ഓഫീസിൽ കത്താനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെ RRR ശേഷം വീണ്ടും ഒരു ജൂനിയർ NTR സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ സിനിമയാണ് ദേവര. കാത്തിരിക്കൂ സിനിമയെക്കുറിച്ചുള്ള ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾക്ക്.